ഏറ്റുമാനൂരെ ആ ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്ത് വന്നിരിക്കുന്ന ചില ദുസ്സൂചനകളും ചില നിഗൂഢതകളും ദുരൂഹങ്ങളും അത് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആകാറായിരിക്കുന്നു. ഇതിനോടകം തന്നെ ചില കാര്യങ്ങൾക്കൊന്നും ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. കാരണം അന്നേ ദിവസം ഏകദേശം ഉച്ചയ്ക്കാണ് ഈ ജിസ്മോളും 2 കുഞ്ഞുങ്ങളുമായിട്ട് പുഴയിൽ പോയി ചാടി മരണപ്പെട്ടു എന്നതായിട്ടുള്ള വാർത്ത നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഇവരുടെ വീട്ടിൽ നിന്നും പുഴയിലേക്ക് പോകുന്ന ഒരു 4-5 കിലോമീറ്ററോളം ദൂരത്തിനകത്ത് ഒരു 15ഓളം CCTV ക്യാമറകളുള്ളതാണ്. ഒരൊറ്റ CCTV ഫൂട്ടേജുകളും ഇതുവരെ സോഷ്യൽ മീഡിയയിലോ പത്രമാധ്യമങ്ങളിലോ എവിടെയും പുറത്തു വന്നിട്ടില്ല. ഇവർ ഈ കുട്ടികളെയും കൊണ്ട് പോയി എന്ന് കാണിക്കേണ്ട എന്തെങ്കിലും ഒരു CCTV ഫൂട്ടേജ് പുറത്ത് വരേണ്ടതല്ലേ? എന്തുകൊണ്ട് വരുന്നില്ല? അതുപോലെ തന്നെ ഇവർ ഈ കുട്ടികൾക്ക് ഹാർപ്പിക്ക് ഒരു ക്ലീനിങ് ലോഷൻ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഹാർപ്പിക്ക് കഴിച്ച കുട്ടികളാണെങ്കിൽ അവർ തീർത്തും അവശരോ അല്ലെങ്കിൽ മരണത്തിനോടടുത്ത ഒരു സാഹചര്യത്തിലോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളെ എങ്ങനെ ഈ സ്കൂട്ടറിൽ കൊണ്ടുപോയി 2 കുട്ടികളെയും കൊണ്ട്? കാരണം ഈ 4-5 കിലോമീറ്റർ എന്ന് പറയുന്ന നട്ടുച്ചയ്ക്കാകുമ്പം അനേകം മനുഷ്യരുടെ കണ്ണുകളിൽ ഈ കാഴ്ച കണ്ടിട്ടുണ്ടാവണം. അത് നോർമൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ജനങ്ങളത് ശ്രദ്ധിക്കും എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അന്ന് ആ മരണപ്പെട്ടതിന് ശേഷം പോലും കൂടെ ഈ ഡെഡ് ബോഡികൾ 3ഉം വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്നു പെട്ടെന്ന് തന്നെ. അത് സ്വാഭാവികമായിട്ട് അതിനകത്തൊരു അസ്വാഭാവികത കാണുന്നുണ്ടല്ലോ. കാരണം അങ്ങനെ സാധാരണ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ബോഡി പൊങ്ങി വരാറുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നു എന്ന് പറയുന്നു. ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പോലീസിന് ക്ലാരിറ്റി വരുത്താവുന്നുള്ളൂ. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ വീട്ടിലെ ഒരു ജോലിക്കാരി അന്ന് അവിടെ ചെന്നിരുന്നു എന്നും എന്നാൽ ജനലിൽ മാത്രം ശബ്ദത്തിൽ മാത്രം വിവരങ്ങൾ നൽകി തിരിച്ചു പൊക്കോളാൻ പറഞ്ഞിരുന്നു, ബാത്റൂമിലാണ് ജിസ്മോൾ എന്ന് പറഞ്ഞിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. അതിലും എന്തെങ്കിലും ദുരൂഹത ഇല്ലേ? കാരണം ഈ എന്തുകൊണ്ട് അവിടെ ചെന്നിട്ട് അവർക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വീട്ടുജോലിക്കാരി പറയുന്നതിനകത്ത് എന്തെങ്കിലും ദുരൂഹത ഒളിഞ്ഞു കിടപ്പുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു ക്ലാരിറ്റി പോലീസിന് വരുത്താവുന്നതുള്ളൂ. പോലീസ് ഇക്കാര്യത്തിനകത്തൊന്നും ക്ലാരിറ്റി വരുത്താത്തതിനകത്ത് തന്നെ പൊതുസമൂഹത്തിൽ സംശയങ്ങളൊന്നുകൂടി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഭർത്തൃ വീട്ടിൻ്റെ ഇടവകയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഭർത്തൃ വീട്ടുകാരുടെ നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടാണ്. ഭർത്താവ് കുഴഞ്ഞു വീണു, ബോധം കെടുന്നു, വെള്ളം കൊടുക്കുന്നു. അമ്മായിമ്മ അതിനേക്കാളും ബോധം കെടുന്നു, വെള്ളം കൊടുക്കുന്നു. നാത്തൂനാണെങ്കിൽ ഇപ്പോൾ സ്വർഗ്ഗലോകത്തേക്ക് പോകുന്ന രീതിയിലാണ് അവിടെ കിടന്നുകൊണ്ട് അഭിനയിക്കുന്നതൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ദുഃഖമുണ്ടായിരുന്ന, അതായത് ജിസ്മോളുടെ സ്വന്തം അപ്പനും സഹോദരനും, അവർക്കൊക്കെ യഥാർത്ഥ ദുഃഖം ഉള്ളവർ തന്നെയാണ്. പക്ഷെ അവരൊക്കെ പരമാവധി കടിച്ച് പിടിച്ച് അവരുടെ ദുഃഖം അവർ കുറേയൊക്കെ പുറത്ത് വന്നെങ്കിൽ പോലും കൂടെ അവർ പരമാവധി ഒതുക്കി. അതാണ് യഥാർത്ഥ ദുഃഖം. അതെല്ലാം പൊതുസമൂഹത്തിന് മനസ്സിലായൊരു കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ നിയമപാലകർ കുറേ കൂടി ശുഷ്കാന്തി കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ആ ഏറ്റുമാനൂർ ഷൈനയുടെ ആ മരണത്തിനകത്ത് പോലും കൂടെ ആ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം കോടതിയിൽ നിന്നുണ്ടായതിനകത്ത് പോലീസിൻ്റെ വീഴ്ച അവിടെ സ്വാഭാവികമായിട്ട് കോടതി ചൂണ്ടിക്കാണിച്ചിട്ട് തന്നെയുണ്ട്. എവിടെ പ്രോസിക്യൂഷൻ പല വാദങ്ങൾ ഉന്നയിച്ചെങ്കിലും കോടതി ചോദിച്ചത് എവിടെ ഇതിനെല്ലാം പ്രൂഫ്, അല്ല എവിടെ തെളിവുകൾ എന്നാണ് ചോദിക്കേണ്ടി വന്നത്. ആ ചോദ്യം ശരിക്കും പോലീസിനോടായിരുന്നു. അത് പോലീസ് കൊടുക്കുന്നതിനകത്ത് വീഴ്ച വരുത്തിയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് എത്രയും പെട്ടെന്ന് ഈ ജിസ്മോളുടെയും 2 കുഞ്ഞുങ്ങളുടെയും മരണത്തിനകത്തുള്ള വീഴ്ച അല്ലെങ്കിൽ ദുരൂഹത എത്രയും പെട്ടെന്ന് നീക്കുവാൻ പോലീസ് ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. പൊതുസമൂഹത്തിന് നീതി ഉറപ്പാക്കണം.